തിരുമേനി എൻ്റെ വിവാഹമായിരിക്കുകയാണ്. നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്ന് എനിക്കൊരു നേർച്ചയുണ്ട്. എന്നാൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഗുരുവായൂർ വെച്ച് വിവാഹം കഴിക്കണമെന്നൊരു നേർച്ചയുണ്ട്. അപ്പോൾ വിവാഹ തീരുമാനം എത്തിയപ്പോൾ ഞങ്ങളെ ആകെ കൂടി കൺഫ്യൂസ് ആക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? എവിടെ വെച്ചാണ് കല്യാണം നടത്തേണ്ടത്? ഒന്ന് പറഞ്ഞുതരാമോ? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ അവർ ചില നേർച്ചകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇന്നടുത്ത് വെച്ച് കല്യാണം നടത്താം, ഇന്നടുത്ത് വെച്ച് കുട്ടിക്ക് ചോറ് കൊടുക്കാം എന്നൊക്കെ നേർച്ച നേരും. പക്ഷേ വ്യത്യസ്തമായ നേർച്ചയാണ് ഒരു കാര്യത്തിന് മേൽ രണ്ടുപേർ നടത്തിയെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ആകും. ചില കാര്യങ്ങളിലൊക്കെ രണ്ട് നേർച്ചകളും നമുക്ക് നടത്താൻ പറ്റും. ഇപ്പൊ കല്യാണം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരിടത്ത് മാത്രമല്ലേ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നേർച്ച വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സാധ്യമാകുക? ഒന്നുകിൽ ഒരാളുടെ നേർച്ച മാറ്റി മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. പിന്നെ യഥാവിധിയായിട്ടുള്ള ഒരു പരിഹാരം ചെയ്തു പോവേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം സാമാന്യമായിട്ട് നമുക്കൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം തരാനേ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഗുരുവായൂരാണ് നിങ്ങൾ നേർച്ച വെച്ചിട്ടുള്ളെങ്കിൽ ആദ്യം ഗുരുവായൂർ പോയി ചെന്ന് താലി കെട്ടി വരിക. നാട്ടിലെ അമ്പലത്തിൽ വെച്ച് മാലയിട്ട് കല്യാണം നടത്തുക. അല്ലെങ്കിൽ ഇവിടെ മാലയിട്ട് കല്യാണം നടത്തിയിട്ട് ഗുരുവായൂർ പോയി താലി കെട്ടുക. ഇങ്ങനെയുള്ള പ്രതിവിധികളായിട്ടുള്ള കാര്യങ്ങളെ നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ. കാര്യം ഈ ഒരു വിഷയത്തിൽ രണ്ടിടത്തും പോയി താലി കെട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം അനുവർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു നീക്കുപോക്ക് നടത്തുക, രണ്ടിടത്തും പകുതി ചടങ്ങ് ഇവിടെയും പകുതി ചടങ്ങ് അവിടെയും എന്നുള്ള രീതിയിൽ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. അപ്പൊ അത് നിങ്ങളെ കുടുംബക്കാരുമായിട്ട് കൂട്ടി ആലോചിച്ച് അതിന് ശരിയായ വണ്ണം ഒരു നടപടിയിലേക്ക് നീങ്ങുക. ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ.